ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മനു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഈ ഒരു റൂട്ട് വന്നിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. പക്ഷെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് കുമാർഗട്ട്, അതായത് ഇന്നലെ വന്ന സ്ഥലത്ത് നിന്ന് നേരെ ഉനക്കുട്ടി എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട്. അതായത് ഹിന്ദു മതവിശ്വാസപ്രകാരം ഒരുപാട് ശിലകളും അതുപോലെ തന്നെ രേഖാചിത്രങ്ങളും അങ്ങനെയുള്ള കല്ലിൽ കൊത്തിയ ഒരുപാട് ശിലകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പൊ ഇന്നലെയൊക്കെ നമുക്ക് ഒരു റൂം കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് നമുക്കിപ്പോൾ റൂമൊക്കെ എങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരാൾ റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഞാൻ ആ റൂം കാണിച്ചു തരാം. ഇല്ലേ, കാണുന്ന റൂമാണ്ടാ. പിന്നെ നമുക്ക് ഇന്നലെ ഇവിടെ TSRലുള്ള മലയാളികൾ നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് രാത്രിത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഒക്കെയുള്ള സംഭവങ്ങൾ ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബ്രെഡ്, പഴം, പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് ഇറങ്ങാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിന്നുള്ളൊരു കിടിലൻ വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചതാണ്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതില്ലേ വ്യൂ, നല്ല കിടിലൻ വ്യൂ അല്ലേ. ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. അവിടെ കൂടെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു മലയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വയ്യ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് നമുക്ക് റെഡിയാക്കി തന്നത് ഇവിടെ ഒരു എന്താ പറയുക ഒരു റിപ്പോർട്ടർ ഉണ്ട്. അപ്പോൾ ആള് ഇന്നലെ ഞാനും ആളും കൂടിയിട്ട് ഇവിടെ STMനെ കാണാൻ പോയിട്ട് ഇവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉണ്ട്, പുള്ളിനെ കാണാൻ പോയി. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ റെഡിയാക്കി തന്നേട്ടാ. ഞാൻ എന്തായാലും ടെൻ്റ് അടിക്കാനാണെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് മാത്രമേ നല്ല ചൂടാണ്ടാ. ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉറക്കം കുറച്ച് ദിവസം ഉറക്കം ശരിയാണ്ടാവില്ല. ഭാഗ്യത്തിനാണ് ഇങ്ങനെ റൂമൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങൾ ഈ കാണുന്ന ബിസ്ക്കറ്റില് നല്ല അടിപൊളി ബിസ്ക്കറ്റ് ആട്ടോ. അത് കഴിച്ചിട്ടിരിക്കണേ. ഇന്നലെ നമുക്ക് അവർ കൊണ്ടുവന്നു TSRലെ ആൾക്കാർ കൊണ്ടുവന്നു, മലയാളികളാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ആട്ടാ. കുക്കീസ്, ബ്രെഡ്, ബിസ്ക്കറ്റ്. ഇത് എല്ലാ സാധനങ്ങളും ഈ കമ്പനിയുടെ ഉണ്ടാ. എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. ഇപ്പം തേങ്ങ ഇതാക്കിയിട്ടുണ്ടോ കേട്ടോ. ടേസ്റ്റ് കിട്ടാറ്. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇവിടുന്ന് ഇറങ്ങിയാണ്. ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു മലയാളി ഉണ്ട്. നിങ്ങളുടെ പേരൊന്ന് പരിചയപ്പെടുത്തിയേക്ക്. നാട്ടില് എറണാകുളം. ഇവിടെ TSRലല്ല വർക്കാണ്. എത്ര വർഷം ഇട്ടുണ്ട് ഇപ്പൊ? നമ്മൾ നേരത്തെ ഓൾറെഡി ഫോൺ വിളിയുള്ള ഒരു പരിചയം ഉണ്ടാകുന്നതാണ്. ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇന്നലെയാണ് നേരിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ആളെനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാ. അപ്പോൾ വലിയ ഉപകാരമുണ്ട്. പിന്നെ ഒരു മലയാളി കൂടെ ഉണ്ടായിരുന്നു. ആളുടെ പേര് സന്തോഷ് കുമാർ എന്നാണ്. നമ്മൾ ബോർഡർ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് പുള്ളീനെ കണ്ടു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളീനെ ഇവിടെ വെച്ച് വീട്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആള് ഡ്യൂട്ടിയിലാണെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും വീട്ടിൽ കൊടുത്തിടാം. അപ്പോൾ എന്തായാലും നിങ്ങളെ കണ്ടതിന് സന്തോഷമുണ്ട്. വലിയ ഉപകാരമില്ല. എന്തായാലും എവിടെയൊക്കെ വെച്ച് വീണ്ടും കാണാം. നമുക്ക് കാണണം വെച്ചാൽ. അങ്ങനെ നമ്മുടെ സൈക്കിളിലെല്ലാം പാക്ക് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ അനുഷാദിക്കാൻ കൊണ്ടുവന്ന ഫുഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാട്ടെ. ഇന്നലെയൊക്കെ പുള്ളിയാണ് ഫുഡ് കൊണ്ടുവന്നത്. അനുഷാദിക്കാൻ പിന്നെ സന്തോഷേട്ടനോട് ഫുഡ് കൊണ്ടുവന്ന. അപ്പോൾ അതേ ചോറുണ്ട്, പരിപ്പ് കറി, പിന്നെ മുട്ടയല്ല, ഇതൊരു എന്താ പറയുക വഴുതനങ്ങ ഉണ്ടാവും. പിന്നെ പപ്പടം ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ ഇതൊരു സാമ്പാർ പോലത്തെ ഒരു കറി ആണ്ടാ, പിന്നെ ചിക്കൻ കറി ആട്ടാ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. എന്തായാലും അവനെ കാണാൻ പറ്റില്ല, സന്തോഷമാട്ടാ. നല്ല വെയിലുണ്ട് പുറത്തു, ഭയങ്കര വെയിലാണ്ടാ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് നല്ല രീതിയിൽ വേർത്തുണ്ട്. ഫാനൊന്നും ഇല്ലാട്ടാ, കറണ്ട് പോയിരിക്കാനാണ്, അതാണ് ഫാനൊന്നും വർക്ക് ചെയ്യാത്ത. എന്തായാലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. എല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ഭയ്യ ടീക്കേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. മുഖമൊക്കെ പൊള്ളണം കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ പൊള്ളിയാണ് അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ഈ ഒരു റൂട്ടാണ് കേട്ടോ. അതായത് ഇന്നലെ രാത്രി അങ്ങോട്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്നതാണ്. നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ STMനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഇത് റെഡിയാക്കി തന്നത്. ഇവിടെ നമ്മളൊരു മീഡിയക്കാരനെ പരിചയപ്പെട്ടിട്ടാ.
അപ്പോൾ പുള്ളിയാണ് എസ് ടീമിനോടൊക്കെ സംസാരിച്ച് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കി തന്നത്. ഈ കാണുന്നതാണ് എസ് ടി എം ഓഫീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് ഒരു ഈവനിങ് കഴിഞ്ഞ് പുള്ളീനെ മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ എത്തി നമുക്ക് താമസം കിട്ടിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നണത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആറായി. ഇവിടെ ഒന്നും വലിയ തിരക്കുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. ഈ ഒരു റൂട്ട് വേണമെങ്കിൽ നമുക്ക് കാഞ്ചൻപൂരൊക്കെ പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നണ ഒരു 39-40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു സൺഗ്ലാസ് എടുക്കേണ്ടി വരും കേട്ടോ. കണ്ണൊന്നും വരെയൊക്കെ തുറക്കാൻ പറ്റുള്ള നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പണിയാണ് കേട്ടോ. നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. കണ്ണൊക്കെ എന്തോ പോലെ. പിന്നെ അതുപോലെ നമ്മുടെ സൈക്കിളില ഇതിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്ന കേട്ടോ. പിന്നെ കമ്പിയൊക്കെ ഒടിഞ്ഞിരിക്കണേണ് സൈക്കിളിലെ. ഹായ് പയ്യനെ ഓടി തന്നെ. ഹലോ അവന് ഓടി തന്നെ നമ്മുടെ ക്യാമറ ഉണ്ട്. ഈ ഏരിയയിലൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് ഒന്നല്ലെങ്കിൽ ഇവിടെ മോങ് എന്ന് പറഞ്ഞ ട്രൈബായിരിക്കും, അല്ലെങ്കിൽ ചക്മ ആയിരിക്കും കേട്ടോ. അവരാണ് കൂടുതലും ബുദ്ധിസ്റ്റ് മതക്കാർ. എന്താണല്ലേ അവസ്ഥ, നല്ല വെയിൽ. ഈ എന്താ പറയുക, ഇവിടെയൊക്കെ ഡിസംബർ നവംബർ ടൈമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പായിരിക്കും നാട്ടിൽ കേട്ടിട്ടുള്ളത്. ഈ ഒരു ഇപ്പോഴുള്ള ചൂടില്ലേ അത് മാറി തിരിച്ച് നല്ല തണുപ്പായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു മലയാളീനെ പരിചയപ്പെടുത്തി തന്നില്ലേ, അൻഷാദിക്ക. മൂപ്പരാണ്ട് എന്നോട് പറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച്. പുള്ളിയൊക്കെ ഒരുപാട് വർഷം പുള്ളി ഇവിടെ TSRലാണ് വർക്ക് ചെയ്യണത്. നമ്മളെ फोन के भैया ने कहा हाय भैया आपका नाम क्या है? हमारा नाम कार्तिक साहब. अच्छा और किधर का है प्रॉपर? त्रिपुरा का रहने वाला मोनकट का. अच्छा നമ്മൾ പോണേക്ക് നല്ല വെയിലാണ്. അപ്പോൾ भैया വെള്ളം മേടിച്ചിട്ടായി. ओके यहाँ से कितना दूर है? अच्छा जाके ना राइट साइड. अच्छा ओके ठीक है. ओके थैंक यू. पावटा फुल्ली മേടിച്ചു. ഓക്കെ फिर आएगा. പുള്ളി വെള്ളം മേടിച്ചിട്ട്. അപ്പോൾ നല്ല വെയിലാണ്, നമുക്കൊരു രക്ഷയില്ല കേട്ടോ. പിടിച്ചിരിക്കാൻ പറ്റൂല. നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട് പക്ഷെ എല്ലാം പച്ചവെള്ളം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒറ്റയടി നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വന്നത് ഈ ഒരു സെയിം റൂട്ടിലാണ് വന്നത്. പക്ഷെ ഇന്നലെ നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ. വന്ന വഴിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതേപോലെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഫോണേക്ക് ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. ഹായ് एक हाय करो. आप लोग का नाम क्या है? अच्छा यहाँ का है, मनु का है आप लोग? अच्छा थैंक यू. നമ്മൾ ഫോൺ വയ്ക്കാൻ ഡേട്ടാ. क्या है? आया मस्कर. सब्सक्राइब करेगा मेरा चैनल? थैंक शेयर भी. ഓ താങ്ക് യു. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ ഈ വഴിയാണ് പോണത്. അപ്പോഴാണ് ഇവരെ കണ്ടത്. ഇതൊരു ചെറിയൊരു റൂട്ടാണ്, ഇവിടെ വലിയ ബസ്സും കാര്യങ്ങളും വന്ന റൂട്ടാണ്. ഈ കാണുന്ന ഒരുക്കങ്ങളൊക്കെ അല്ലേ, ഇത് ദുർഗാപൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കേട്ടോ. നമ്മളിവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് വന്ന ടൈമിലുണ്ടല്ലോ ഈ ഒരു ഷെഡല്ല, ഇത് പറഞ്ഞ ഒരു ക്ലബ്ബാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ. അവന്മാരൊക്കെ പണി എൻ്റെ വീട്ടിൽ പോയേക്കണേന്ന് തോന്നുന്നു. തിരിച്ചു വരും കേട്ടോ. ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നിട്ടേക്കണേ. ഇനി ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ആരെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ വന്ന വഴിക്ക്. നല്ല കയറ്റമുണ്ട്. അതുപോലെ തന്നെ സൈക്കിള് നല്ല പണിയാണ് കേട്ടോ. കമ്പിയൊക്കെ കുറേ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 4-5 ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാക്കണം. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ടാണ് കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ അടുത്തൊന്നും അങ്ങനെ ഗ്രാമങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രക്കുകളൊക്കെ പോണ റൂട്ടാണ് കേട്ടോ. കണ്ടില്ലേ ട്രക്കുകൾ കയറി തന്നെ കണ്ടില്ലേ. ഇത് വെസ്റ്റ് ബംഗാൾ ട്രക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടോ. ഈ റൂട്ട് സഞ്ചരിക്കാൻ നല്ല രസമുണ്ട്. നല്ല തണലുണ്ട്. ഇത്ര നേരം നല്ല വെയിൽ. ഇപ്പം നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു തണലടിക്കൊണ്ട് അടിപൊളിയാണ് കേട്ടോ സഞ്ചരിക്കാൻ വേണ്ടി. നമ്മളെ വന്നോയ്ക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം സ്റ്റേ റെഡി ആക്കി തന്ന ആളാണ് കേട്ടോ. ഹായ് आपका नाम क्या है भैया? രാജീവ്. अच्छा ഓ ഗാഡി ആകാനാ. ഓ ഈ റൂട്ട് ഭയങ്കര സീനാട്ടാ. अच्छा ഓ ഈ റൂട്ട് കുറച്ച് പണിയാട്ടാ. അങ്ങനെ വണ്ടി അപ്പുറത്തും ഇപ്പുറത്തും വന്നതിനെ പെട്ടുപോകും.
ഒരു പുള്ളിയാണ് നമുക്ക് സ്റ്റേ റെഡിയാക്കി തന്നത്. ഞാൻ ആ പുള്ളിയായിട്ടാണ് എസ്റ്റീമിനെ കാണാൻ വേണ്ടി പോയേട്ടാ. അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളീനെ പരിചയപ്പെടുത്തരാം. പുള്ളി വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പാർക്ക് ചെയ്യാത്ത भैया आपका नाम क्या है? राजीव। राजीव, आप कौन सा जगह का है? मैं इधर सेलिंगटा में हूँ। अच्छा, हाँ। आप क्या प्रोफेशन आपका? मैं एक्चुअली रिपोर्टर हूँ, प्रेस में काम करता हूँ। अच्छा, आपका चैनल का नाम? न्यूज़ 24 LTV धलाई। अच्छा अच्छा, 24 है. हाँ, अच्छा अच्छा अच्छा, ഓ താങ്ക് യു ഭയ്യ. പുള്ളിനോട് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് കേട്ടോ. എന്താ പറയുക, വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. നല്ല രീതിയിൽ വേർത്ത് കുളിച്ച് മുഖമൊക്കെ ഇങ്ങനെ പൊള്ളിയണ അവസ്ഥയുണ്ടാവും. രക്ഷയില്ല മക്കളെ. എനിക്ക് തോന്നുന്നു മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് ഇങ്ങനെ ഇരുണ്ടിങ്ങനെ കൂടുണ്ട്. അപ്പോൾ മിക്കവാറും ഒരു മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാലും സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു തണുപ്പ് കിട്ടും. അതാണ് ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ രാവിലെയൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ.